അവർക്ക് വേണ്ടിയിരുന്നത്, CH സംസാരിച്ച ജനതക്ക് വേണ്ടിയിരുന്നത് പാലവും കുടിയില്ലാത്ത റോഡുകളും വമ്പിച്ച വ്യവസായ സംരംഭങ്ങളും ഒന്നുമായിരുന്നില്ല. അവർക്ക് വേണ്ടിയിരുന്നത് ജീവിക്കാനുള്ള അവകാശമായിരുന്നു. പിറന്ന മണ്ണിൽ കാലുറപ്പിച്ചു നിർത്താനുള്ള ധൈര്യമായിരുന്നു. അവർക്ക് വേണ്ടത് ഇതെന്റെ നാടാണെന്ന് വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസമായിരുന്നു. ലീഗ് ചൊരിഞ്ഞു കൊടുത്തത് അതാണ്. CHന്റെ പ്രസംഗങ്ങളെ കുറിച്ച് പറയുന്ന അഭിവന്ദനായ MI തങ്ങളെ പോലെയുള്ള നേതാക്കന്മാർ ക്ലാസുകൾ എടുക്കുമ്പോൾ സാഗൂതമെന്ന് ഇന്നും ഞാൻ വല്ലാത്ത വികാരവായ്പോടുകൂടി കേൾക്കാറുണ്ട്. CH അവരോട് പറയുമായിരുന്നു, അവരുടെ ഹൃദയത്തിനകത്തു കയറി. ചിലരൊക്കെ പറയുന്നില്ലേ, മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മുസ്ലിം ലീഗ് ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ട് പാടുകയാണ്. അവർ പഠിക്കണം CH എങ്ങനെയാണ് ഒരു ജനതയോട് സംസാരിച്ചത് എന്ന്. CH മലബാറിലെ മാപ്പിളയുടെ വികാരത്തെ കെടുത്തിയിട്ടില്ല. ആർത്തലക്കുന്ന വൈകാരികതയെ ലീഗ് വെള്ളം കോരി തണുപ്പിച്ചിട്ടില്ല. ആ വൈകാരികതയെ കൺസ്ട്രക്റ്റീവാക്കി മാറ്റിയിട്ടുണ്ട് ലീഗ്. CHന്റെ പ്രസംഗം കേട്ട മൗലവി സാഹിബിനെ പോലെയുള്ള നിരവധി ആളുകൾ ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. അവർക്കറിയാം CH പറഞ്ഞത് അവരുടെ മലബാറിലെ മാപ്പിളയുടെ വികാരത്തിൽ പെട്രോൾ ഒഴിച്ചാണ് CH കത്തിച്ചത്. CH പ്രസംഗിക്കുമ്പോൾ തള്ളവിരലിൽ നിന്നാണ് ആളുകൾ കേൾക്കുകയെന്നാണ്. വികാര വിജൃംഭിതമായി CH സംസാരിച്ചു വരുമ്പോൾ അറിയാതെ തലയിലെ കെട്ടെടുത്ത് ആകാശത്തേക്ക് അവർ വലിച്ചെറിയുമായിരുന്നു. CH പ്രസംഗത്തിന്റെ ഓരോ പടവുകൾ ചവിട്ടി കയറുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തുനിന്ന്, അവരുടെ തൊണ്ടക്കകത്തുനിന്ന് ഒരു ശബ്ദം വരുമായിരുന്നു. കയ്യടിയല്ല, ഒരുതരം ആർപ്പുവിളിയായിരുന്നു CHനെ എതിരേറ്റിരുന്നത്. CH അവരോട് സംസാരിച്ചത് അവരുടെ ഹൃദയത്തിനകത്തു കയറിയാണ്. തെരുവിൽ കെട്ടിയ വേദിയിൽ വെച്ചല്ല, അവരുടെ ഹൃദയത്തിനകത്തു വെച്ച്. CH ലബക്കുട്ടിയെ കുറിച്ച് പറയുമ്പോ, CH ആലി മുസ്ലിയാരെ കുറിച്ച്, ചമ്പൻ പോക്കരെ കുറിച്ച് പറയുമ്പോൾ വികാര വിജൃംഭിതമാകുമായിരുന്നു സദസ്. അങ്ങനെ പറഞ്ഞിട്ട് CH പറയും, ഇത് നിന്റെ മണ്ണാണ്, ഈ കൊണ്ടോട്ടി, ഈ മലപ്പുറം, ഈ കേരളം, ഈ ഇന്ത്യ നിന്റെ മണ്ണ്. നിന്റെ പിതാവിന്റെ ചോര കൊണ്ട് ഈ മണ്ണിൽ ഒരു കാലത്ത് ജലസേചനം നടത്തിയിട്ടുണ്ട്. അവന്റെ ചോര കൊണ്ട് കെട്ടിപ്പടുത്ത മണ്ണാണിത്. ഈ മണ്ണ് നിന്റെതാണ്. 2014 കൊണ്ടോട്ടിയിൽ വന്ന് കൊണ്ടോട്ടിക്കാരോട് കൊണ്ടോട്ടി നിന്റെതാണെന്ന് പറയുമ്പോൾ പിന്നെ ആരുടെ ചോദിക്കും പുതിയ തലമുറ? എന്നാൽ അവന്റെ പിതാമഹന്മാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഇതെന്റെ മണ്ണാണെന്ന് പറയാൻ. അതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മനോവ്യാപാരം. അത് ചരിത്രമാണ്. CH അവരോട് പറഞ്ഞു, നിന്റെ മണ്ണ്. അവന്റെ വികാരത്തെ CH പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. എന്നിട്ടോ ആ വികാരത്തെ മുഴുവൻ ചാനലൈസ് ചെയ്ത് അതിനെ കൺസ്ട്രക്റ്റീവാക്കി മാറ്റി, അതിനെ പ്രൊഡക്റ്റീവാക്കി മാറ്റി. മലബാറിലെ മാപ്പിളയുടെ വികാരത്തെ കത്തിച്ചിട്ടാണ് ലീഗ് കേരളക്കരയിൽ ഈ രാഷ്ട്രീയ പുരോഗതി മുഴുവൻ ഉണ്ടാക്കിയത്. അത് കെടുത്തിയിട്ടല്ല. അവന്റെ വികാരത്തെ ലീഗ് യൂണിവേഴ്സിറ്റിയാക്കി, അവന്റെ വികാരത്തെ ലീഗ് EMBA കോളേജാക്കി, അവന്റെ വികാരത്തെ ലീഗ് ഫാറൂഖ് കോളേജാക്കി മാറ്റി. അവന്റെ വികാരത്തെ കേരളത്തിന്റെ തെരുവുകളിലെ പള്ളികളും മദ്രസകളും അവന്റെ വികാരം കൊണ്ട് അവർ കെട്ടിപ്പടുത്തു. CH മുഹമ്മദ് കോയ സാഹിബോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ മാപ്പിളയുടെ വികാരത്തെ കെടുത്തിയിട്ടില്ല. പക്ഷേ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ CH അവന്റെ കയ്യിൽ നിന്ന്, മലപ്പുറത്തിലെ മാപ്പിളയുടെ കയ്യിൽ നിന്ന് 21 കത്തിയും വാങ്ങി. അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ കത്തി വാങ്ങി. എന്നിട്ടോ അവന്റെ കയ്യിൽ CH പേന കൊടുത്തു, അവന്റെ കയ്യിൽ CH പുസ്തകം കൊടുത്തു, അവന്റെ കയ്യിൽ CH അവന് നൽകാവുന്ന വോട്ട് ചെയ്യാനുള്ള ആയുധം കൊടുത്തു. അവന്റെ കയ്യിൽ പിന്നീട് ലീഗ് രാഷ്ട്രീയം കടന്നു വന്ന പടികളിൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഐപാഡും വെച്ച് കൊടുത്തു. മുസ്ലിം ലീഗ് ആ കത്തി ഒരാലയിൽ കൊണ്ടുപോയി നന്നായി ഉരുക്കി, അതുകൊണ്ട് സ്പാനർ ഉണ്ടാക്കി, പിന്നെ അതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കി, ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കി. എന്നിട്ട് മാപ്പിളയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നല്ല പണിയെടുത്തു ജീവിക്കാൻ. ആ കത്തിയുടെ ഇരുമ്പ് കൊണ്ട് ഒരു വ്യവസായ ലോകത്തെ ലീഗ് കെട്ടിപ്പടുത്തു. ഇപ്പൊ നിങ്ങൾ വീണ്ടും ആ സ്പാനറും ആ കമ്പ്യൂട്ടറും ഒക്കെ ആലയിൽ കൊണ്ടുപോയിട്ട് 21 കത്തി ഉണ്ടാക്കാൻ നോക്കുകയാണ്. വീണ്ടും തുരുമ്പിച്ച കത്തി ഉണ്ടാക്കാൻ. മാപ്പിളയുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അവന് പുസ്തകവും പെന്നും കമ്പ്യൂട്ടറും വെച്ച് കൊടുത്തത് അബദ്ധമായി എന്ന് നിനക്ക് തോന്നുകയാണ്.
ലീഗ് നടത്തിയ വിപ്ലവം അതാണ്. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും അവന്റെ കൈകളിലേക്ക് പുതിയ പുതിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. നേട്ടങ്ങളുടെ കൊട്ടാരം ഉണ്ടാക്കി CH മുഹമ്മദ് കോയ സാഹിബ്. നേട്ടങ്ങളുടെ കൊട്ടാരം പടുത്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാൻ ചോദിക്കട്ടെ, ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവരോട്, ഒരു ചോദ്യ പേപ്പറിലെ ഒരു ചോദ്യത്തെ തിരുത്താൻ നിങ്ങൾക്ക് ഒരു അധ്യാപകന്റെ കൈവെട്ടേണ്ടി വന്നു അല്ലേ? ഒരു ചോദ്യ പേപ്പർ അല്ല, അതിന്റെ ഉത്തരമല്ല, അതിന് മാർക്കിടുന്നവരല്ല, അതിന്റെ സിലബസ് അല്ല, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒരു തുള്ളി ചോര പോലും കേരളത്തിന്റെ തെരുവുകളിൽ ഒഴുക്കാതെ, ഒരു തുള്ളി ചോര പോലും ഒഴുക്കാതെ ഈ വിപ്ലവങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേരെന്തെന്നറിയുമോ? വിളിച്ചത് ലീഗല്ല, മാരാറ് വിളിച്ചു CHM കോയ. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ. ഒരു ജനതയെ മുഴുവൻ വികാരത്തിന്റെ തള്ളിച്ചെയ്യുന്നവരെ കൊണ്ടുവന്ന് വിവേകത്തിന്റെ പറുദീസയിലേക്ക് അവരെ നയിച്ച് വിപ്ലവകരമായ പുരോഗതി അവർക്കുണ്ടാക്കി കൊടുത്ത്, കൊച്ചു കൊച്ചു സ്കൂളുകളും കോളേജുകളും അല്ല, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി കൊടുത്ത് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഒരു സമുദായവും വിളിച്ചില്ല. അപകടകാരി, കുഴപ്പക്കാരൻ, പ്രശ്നക്കാരൻ. അവനെ വിളിച്ചത് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം കോയ എന്നാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി എന്ന് പറയുന്ന വിപ്ലവം അതാണ്. എന്നിട്ട് ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ച കുറച്ച് തവരകൾ വന്നിട്ടും കൊണ്ടോട്ടി വന്ന് ചോദിക്കാൻ ലീഗ് എന്ത് ചെയ്തു? ഞാൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു, ഈ NDF-കാരൻ ലീഗ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞപ്പോ, നീ പോയി നിന്റെ വാപ്പനോട് ചോദിക്കണോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു, ഒരു MLA കീരി വാപ്പക്ക് വിളിക്കാൻ പാടുണ്ടോ? ഞാൻ വാപ്പനെ വിളിച്ചതല്ല. മലപ്പുറത്ത് എന്താ ഉണ്ടായിരുന്നത് നിനക്കറിയില്ലല്ലോ, നിന്റെ വാപ്പക്കല്ലോടോ അറിയുള്ളൂ. നീ ഇന്നലെ ജനിച്ചതല്ലേ, നിന്റെ വാപ്പയോട് ചോദിക്ക് പഴയ മലപ്പുറം എന്താണ്. കോഴിക്കോട് ആർട്സ് കോളേജ് മുതൽ പാലക്കാട് വിക്ടോറിയ കോളേജ് എത്തുന്നതിനിടയിൽ 12 സ്കൂളുകൾ മാത്രമുള്ള ഒരു മലപ്പുറം ഉണ്ട്. നിനക്കറിയുമോ? യൂണിവേഴ്സിറ്റി ഇല്ലാത്ത, കോളേജുകളില്ലാത്ത, മെഡിക്കൽ കോളേജുകളില്ലാത്ത ഇന്ന് എത്രയുണ്ട് അവിടെ? എണ്ണിയാൽ തീരുമെന്നെ ജന്മം കൊണ്ട്. കഴിയുമോ? എന്നിട്ട് ചോദിക്കാൻ ലീഗ് എന്തുണ്ടാക്കി, ലീഗ് എന്താ ഉണ്ടാക്കിയത്? അതാ ചോദിക്കുന്നത്. ഞങ്ങൾ സംഘടിച്ചപ്പോ, ഒരു ജനതയെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോയപ്പോ അവർക്കുണ്ടായ നേട്ടങ്ങൾക്ക് രാജ്യത്തിനൊരു അപകടവും ലീഗ് വരുത്തിയിട്ടില്ല. ഇതേ കൊണ്ടോട്ടിയിൽ രാഷ്ട്രപ്രധാനുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഞാനിവിടെ കൊണ്ടോട്ടിയിൽ വന്ന് ഒരു സെമിനാറിൽ, ഒരു സംഘടന വെച്ച സെമിനാറിൽ NDF-ന്റെ നേതാവ് ഉണ്ടായിരുന്നല്ലോ, നസറുദ്ദീൻ അളവരം. അദ്ദേഹത്തെ ഇരുത്തി ഞാൻ ചോദിച്ചു, നിങ്ങൾ പറയുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പുരോഗതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തു ചെയ്യുന്നത്? ഇരുട്ടിന്റെ മറവിൽ ആളെ കൂട്ടുന്നതാണോ? കലാപങ്ങൾ ഉണ്ടാക്കുന്നതാണോ? ആയുധ പരിശീലനം നടത്തുന്നതാണോ? ആളുകളെ തല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നതാണോ? ഇതാണോ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇതൊക്കെ തന്നെയല്ലേ ലീഗ് ചെയ്യുന്നത്? ഇതൊക്കെ തന്നെയല്ലേ ലീഗ് രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നത്? ലീഗ് മുസ്ലിങ്ങളുടെ പേരിലല്ലേ സംഘടിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സാമുദായികമായി സംഘടിക്കുന്നു. എന്താ പറയുന്നത്? സാമുദായികമായ സംഘടനം, സാമുദായികമായ ജനാധിപത്യ പ്രക്രിയയുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ്. ജനസംഖ്യാനുപാതികമായ സാമുദായിക പ്രാതിനിധ്യം, ജനസംഖ്യാനുപാതികമായ സാമുദായിക പ്രാതിനിധ്യം CH അതിന് അതിർവരം വിട്ടു. തലമുടി നാരിഴ, തലമുടിയല്ല, തലമുടി നാരിഴ. ആ തലമുടി നാരിഴയുടെ ആനുകൂല്യങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇല്ലാത്ത ജനാധിപത്യത്തിന്റെ സമ്മോഹനമായ പൂർത്തീകരണം, അതാണല്ലോ ലക്ഷ്യം, അതാണല്ലോ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അർഹമായ ജനാധിപത്യ പ്രാതിനിധ്യം, ജനാധിപത്യപരമായ പ്രാതിനിധ്യം അവർക്ക് ലഭിക്കണമെന്ന് അവകാശപ്പെടുന്നത് തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ മാത്രം ശരിയാവില്ല, ശ്രീനാരായണ ഗുരുദേവൻ മാത്രം ശരിയാവില്ല, ഡോക്ടർ പൽപ്പു മാത്രം ശരിയാവില്ല, VT ഭട്ടതിരിപ്പാട് മാത്രം ശരിയാവില്ല, അയ്യങ്കാളി മാത്രം ശരിയാവില്ല. അയ്യങ്കാളി ശരിയാണോ? VT ഭട്ടതിരിപ്പാട് ശരിയാണോ? ശ്രീനാരായണ ഗുരുദേവൻ ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ശരിയാണ്. അവർ പറയുന്നത്, അവർ ചെയ്യുന്നത് അതേ ജനാധിപത്യത്തിന്റെ പ്രായോഗിക അവകാശങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പരിശ്രമിക്കുന്നത്. എന്നാ നിങ്ങളോ? ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീനോട്, എന്നാ നിങ്ങളോ? നിങ്ങൾ പറയുന്നത് എന്താണ്? ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്നതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. CHM കോയ എന്ന് വിളിക്കുമ്പോ ജനാധിപത്യപരമായ നേർക്കുനേരെയുള്ള പോരാട്ടം. അപ്പൊ അന്ന് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇവിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുമായി സംഘടന ഉണ്ടാവുന്നില്ലേ? അടിപിടികൾ ഉണ്ടാവുന്നില്ലേ? BJP CPM-നെ കൊല്ലുന്നില്ലേ? CPM കോൺഗ്രസിനെ കൊല്ലുന്നില്ലേ? മുസ്ലിം ലീഗിനെ കൊല്ലുന്നില്ലേ? അങ്ങനെ ആണെങ്കിൽ ഞങ്ങളുടെ ഈ കരാട്ടയും ഈ കുംഫൂനൊക്കെ മാത്രം നിങ്ങൾ എന്തിനെ എതിർക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇതിന് ഉത്തരം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ കലാപം ഉണ്ടാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
65 കൊല്ലത്തിലേറെ കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിന്നത്. നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അമീർ സാഹിബ് നേരത്തെ പ്രസംഗവും പറഞ്ഞല്ലോ, എതിർപ്പുകൾ. മുസ്ലിം ലീഗിനെ ഒരു തൊട്ടുലിൽ കിടത്തി താരാട്ട് പാട്ടുപാടി വളർത്തിയതാണോ കൊണ്ടോട്ടിയിൽ? വളർത്തിയതാണോ മലപ്പുറത്ത്? വളർത്തിയതാണോ കണ്ണൂരിൽ? അങ്ങനെയാണോ കേരളത്തിൽ? അല്ലല്ലോ. എതിർപ്പുകൾ ഉണ്ടായിരുന്നു, കഴുത്തുഞെരിച്ച് കൊല്ലാൻ വന്നവരുണ്ടായിരുന്നു. പക്ഷെ മുസ്ലിം ലീഗ് ആ എതിർപ്പുകളെ തരണം ചെയ്താണ്. എങ്ങനെ തരണം ചെയ്തു? ഞങ്ങൾ ലീഗ് ഓഫീസിലെ യോഗം കൂടാണ്. ആ ലീഗ് ഓഫീസിലെ യോഗം കലക്കാൻ വന്നാൽ വന്നവന്റെ വീടെത്തുന്നവരെ അടിച്ചിട്ട് അവനെ പായിപ്പിച്ചിട്ടേ ലീഗ് രാഷ്ട്രീയ പാർട്ടി നിർത്തിയിട്ടുള്ളൂ. ഞങ്ങളുടെ പൊതുയോഗങ്ങൾ കലക്കാൻ വന്നവനെ കലക്കിയിട്ട് ഞങ്ങൾ വിട്ടിട്ടുള്ളൂ. നിങ്ങൾ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ സ്വലാത്തും ദിക്റും ഭയങ്കര സമീപനത്തിലാണ് വന്നത്? 65 കൊല്ലം എവിടെ അടിച്ചപ്പോ അടിച്ചു. നിങ്ങൾ മേക്കിട്ട് കയറിയപ്പോ അങ്ങനെ ജമ്മത്തെ കയറാൻ പറ്റാത്ത കോലത്ത് തിരിച്ചു തന്നു. അല്ലാതെ ഞങ്ങൾ ഗാന്ധിനേക്കാൾ വലിയ സോഷ്യൽ വലിയ സഹനമുള്ളവരെന്നായിട്ടൊന്നുമല്ല. അടിയും പിടിയും ഉണ്ടായിട്ട് തന്നെയാണ്. ആ അടിയും പിടിയും വേണ്ടെന്ന് ആരാ പറഞ്ഞത്? പ്രതിരോധം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. വെറുതെ നിൽക്കുന്നവന്റെ മേക്കിട്ട് കയറിയാൽ അവന് തിരിച്ചു പ്രതികരിക്കും. അത് പ്രതിരോധമാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഉണ്ടാകുന്ന കലാപങ്ങളും കുഴപ്പങ്ങളും രാഷ്ട്രീയ അതിക്രമങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന തടുക്കലാണ്. നിങ്ങളുടെ വ്യത്യാസമുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസിൽ ആരെങ്കിലും കയറി കുഴപ്പമുണ്ടാക്കിയാൽ നമ്മൾ തിരിച്ചടിക്കും. ആരെങ്കിലും വന്ന് കുഴപ്പമുണ്ടാക്കിയാൽ നിങ്ങൾ പാർട്ടി ആഫീസ് ഉണ്ടാക്കുന്നത് തന്നെ കുഴപ്പമുണ്ടാക്കാനാണ്. അതാ വ്യത്യാസം. നിങ്ങൾ ആഫീസ് കൂടിയിട്ട്, ഞങ്ങൾ ആഫീസിൽ കൂടിയിട്ട് അടുത്ത മീറ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കണം. കൊണ്ടോട്ടിയിൽ നമ്മൾ സമ്മേളനം വെക്കണം, കൊണ്ടോട്ടിയിൽ മഹാസമ്മേളനം നടത്തണം. അതുകൊണ്ട് എന്ത് വേണം? വോളണ്ടിയർമാർ വേണം. വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ, നിൽക്കാൻ അവർക്ക് മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം.